യന്ത്രമൊന്നും അല്ലല്ലോ. എന്റെ മെമ്മറി ഡിലീറ്റ് ആക്കി കളയാൻ ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. എനിക്ക് പറ്റാത്തതുകൊണ്ടാ, അല്ലാതെ ശ്രമിക്കാഞ്ഞിട്ടല്ല. എടാ, ഞാൻ സങ്കടപ്പെടുത്താൻ പറഞ്ഞല്ല. നമുക്ക് മുകളില് ഇപ്പൊ ഒരുപാട് മനുഷ്യരുടെയും അവരുടെ പ്രതീക്ഷകളുടെയൊക്കെ ഭാരമുണ്ട്. ഒന്ന് പാളിപ്പോയാൽ ചിലപ്പോ ആർക്കും നികത്താനാവാത്ത നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് പറഞ്ഞതാ, നീ ഒന്ന് സമാധാനമായിട്ടിരിക്ക. നീ ഞാൻ പറഞ്ഞോർത്ത് വിഷമിക്കണ്ട, ചില്ലല്ലേ? ഓ, ആ ഫോട്ടോയിൽ കാണുന്നത്ര ഭംഗിയൊന്നുമില്ല. അത് സാരമില്ല. ഓരോ മനുഷ്യർക്കും അവരുടേതായ സൗന്ദര്യം ഉണ്ടാവും. അതൊക്കെ മതി. ശരീരം അധികം ശ്രദ്ധിക്കാത്ത ആളാണെന്ന് തോന്നുന്നു. ചെറിയ കൊടവയറൊക്കെ ഉണ്ട്. അത് സാരമില്ല. കുറച്ചൊക്കെ വയറ് എനിക്കും ഇഷ്ടം. അമ്പടി ചേച്ചി, അപ്പൊ ട്രൂ ലവ് ആണല്ലേ? കണ്ടില്ലെങ്കിലും അകക്കണ്ണിൽ നിറച്ചു വെക്കുന്ന ദിവ്യ പ്രേമം. കൊള്ളാം കൊള്ളാം. അതൊന്നുമല്ല, ഒരുമിച്ച് ജീവിക്കാൻ പോകുന്ന ആളാണെന്ന് നേരിൽ കാണാതെയാണ് ഞാൻ ഉറപ്പിച്ചതെങ്കിലും അന്നു മുതല് മനസ്സിനെ തയ്യാറാക്കി വെച്ചിരിക്ക. ആളിനി എങ്ങനെയാണെങ്കിലും ഞാൻ ഓക്കെ. അങ്ങനെയാണെങ്കിലേ നല്ല ചുള്ളൻ ചെക്കനാ. യങ് ആൻഡ് ഹാൻസം. എന്റെ ചേച്ചിക്ക് നല്ല ചേർച്ചയാ. വേറെയും ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. വന്നയാള് ചിലരെ സ്നേഹത്തോടെ എന്താ വിളിക്കുന്നതെന്നൊക്കെ. എന്താ? അല്ല, എന്താ വിളിക്കുന്നത്? അത് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മുഴുവനാക്കിട്ട് പോയിക്കൂടെ? അയ്യടി മോളെ, നല്ല ആഗ്രഹം ഉണ്ടല്ലേ കേൾക്കാൻ. സാരല്ലാട്ടോ, തൽക്കാലം മോൾ ഇത് അറിയണ്ട. ആദിനെ, May I come in? യെസ്, വരൂ. എന്താ പേര്? ആരുടെ? എന്റെയോ? ഇവിടെ പിന്നെ ആരാ ഉള്ളത്? സച്ചിദാനന്ദൻ. മോളുടെ പേരെന്താ? എന്റെ പേര് കുമാരി ആവണി അനൂപ്. എന്താണ് കുമാരി ആവണി അനൂപ് ഇവിടെ? എന്നെ കാണാൻ വന്നതാ? ഇതാരാ തന്നത്? ഓ, കല്യാണത്തിന് തലേ ദിവസം ആരാ കത്തിരാന്ന് പോലും അറിയില്ലേ. ഇത് അർച്ചുവേണ്ടി തന്നതാ. വിശദമായി വായിച്ചോ. എന്നാ ഞാൻ പോവാ, പിന്നെ കാണാം. പ്രിയപ്പെട്ട സച്ചേട്ടാ, ഇങ്ങനെ തന്നെയാണോ വിളിക്കേണ്ടതെന്ന് പോലും സംശയമുള്ള അവസ്ഥയിലാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. തമ്മിൽ കാണാനോ എന്തെങ്കിലും സംസാരിക്കാനോ പറ്റുന്നതിന് മുൻപ് നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നു അറിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് പേടിയാ തോന്നിയത്. സ്വയം ഉറപ്പിച്ചെടുത്ത ചില ധാരണകളിൽ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയത്. ക്ഷമിക്കണം, ചിലപ്പോ ഞാൻ സങ്കല്പിച്ചതുപോലത്തെ ആളെ ആയിരിക്കില്ല സച്ചേട്ടനെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ എന്തെങ്കിലും പ്രശ്നങ്ങളോ കുറവുകളോ തോന്നിയാൽ എന്നോട് തുറന്നു പറയാൻ മടിക്കരുത്. ജീവിതത്തിൽ ആദ്യമായി തോന്നിയൊരിഷ്ടമായതുകൊണ്ട് തന്നെ എൻ്റേതായ പല മണ്ടത്തരങ്ങളും ക്ഷമിക്കാനുള്ള മനസ്സും ഉണ്ടാവണം. തൽക്കാലം ഇവിടെ നിർത്തുന്നു.
ചെറുതായിട്ട് ഒരു നാണം വരുന്നത് കൊണ്ടാണ് എന്നെഴുതിയ അത് നുണയാവില്ല. എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ എന്നും മനസ്സുകൊണ്ടും ജീവിതം കൊണ്ടും കൂടെ ഉണ്ടാവാൻ ഞാൻ ശ്രമിക്കും. ചിലപ്പോ നമ്മുടെ വിവാഹത്തിന് ശേഷമാണ് ഈ കത്ത് വായിക്കുന്നതെങ്കിൽ എന്നെ കളിയാക്കല്ലേ. സ്നേഹപൂർവ്വം, അർച്ചന. ഇല്ല, ഇത്രയും പാവം പിടിച്ച നേരുള്ള സ്വപ്നങ്ങളുള്ള ഒരു പെൺകുട്ടിയെ വഞ്ചിക്കാൻ എനിക്ക് കഴിയില്ല. അവളെപ്പോലെ സ്നേഹിക്കാനോ ജീവിതകാലം മുഴുവൻ ചേർത്ത് നിർത്താനോ എനിക്ക് കഴിയില്ലെന്ന് സത്യം അവളോട് പറയണം. നാളെ വിവാഹത്തിന് മണ്ഡപത്തിൽ കയറുന്നതിന് മുമ്പ് അവളെല്ലാം സത്യം അറിയണം. അറിയിച്ചേ പറ്റൂ. സച്ചിയുടെ അവസ്ഥ എന്താ? ഇപ്പൊ വലിയ കുഴപ്പമില്ല, സെറ്റിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. നേരത്തെ ഞാൻ ശരിക്കും പേടിച്ചുപോയി. അമ്മൂന്ന് കേട്ടപ്പോ അച്ഛനടക്കം എല്ലാരും പെട്ടെന്ന് വല്ലാണ്ടായി. സഞ്ജു അതെങ്ങനെയൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു. അവന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷെ കൂടുതൽ സങ്കടം തോന്നുന്നത് അമ്മൂനെ ഓർത്തിട്ടാ. സത്യത്തില് അവളുടെ ജീവിതത്തില് സച്ചി വന്നിരുന്നെങ്കിൽ അതൊരു വലിയ ആശ്വാസമായേനെ എല്ലാവർക്കും. ഇതിപ്പോ രണ്ടാമതോളം ഒറ്റപ്പെട്ട പോലെ എനിക്ക് തോന്നുന്നത്. സച്ചിയുടെ അമ്മുവിന്റെ കഥ അവസാനിച്ചെന്ന് നീയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക സ്വാതി. ഞാൻ അവനെ ഒരു വിധത്തിൽ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇത്രയും മനുഷ്യർ ഒരുമിച്ച് കൂടിയത് നാളെ നടക്കാനിരിക്കുന്ന സച്ചിയുടെയും അർച്ചനയുടെയും വിവാഹത്തിന് എന്ത് വന്നാലും അത് നടത്തി കൊടുക്കാമെന്ന് ഒരുപാട് പേരോട് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ബലം കിട്ടാൻ എന്റെ കൂടെ നീയെങ്കിലും വേണം സ്വാതി. അതെന്താ അങ്ങനൊരു സംശയം? ഞാൻ ഇന്ന് നിന്റെ കൂടെ ഉണ്ടാവും. എങ്കിൽ നീ ഇതുകൂടി വിശ്വസിക്ക്. സച്ചിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമാണ് ഈ കല്യാണം. മനസ്സിലെ വലിയ കൊടുങ്കാറ്റ് ശാന്തമാവുമ്പോ അവനത് മനസ്സിലാവും. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. ഈ രാത്രി തന്നെ അവളെ കണ്ടെത്തി എല്ലാം തുറന്നു പറഞ്ഞേ പറ്റൂ. അത് കാരണം ഇനി എന്ത് നഷ്ടമായാലും എനിക്ക് വിഷയമല്ല. ആവണിക്കുട്ടി ആ കത്ത് അദ്ദേഹത്തിന് കൊടുത്തു കാണില്ല. അതോ കത്ത് വേറെ ആരെങ്കിലും വായിച്ചിട്ടുണ്ടാവോ? സച്ചേട്ടൻ തന്നെയാണ് വായിച്ചതെങ്കിൽ എന്താ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവുക? ഞാൻ ഒട്ടും പക്വതയില്ലാത്ത കുട്ടിയാണെന്ന് ഓർത്തിട്ടുണ്ടാവോ? ആരെ അന്വേഷിച്ചിറങ്ങിയതാ? ഇങ്ങ് വാ. ഞാൻ സത്യത്തിൽ മോനെ കാണാൻ തന്നെ ഇറങ്ങിയതാ. അല്ല, സഞ്ജു എവിടെ? അവൻ അവിടെ. മോന്റെ മനസ്സെനിക്ക് കാണാം. അതിപ്പോ വല്ലാതെ അസ്വസ്ഥമാണെന്നും അറിയാം. ഈശ്വരനെ ഉള്ളറിഞ്ഞു വിളിച്ച ചിലപ്പോ മനസ്സൊന്ന് സ്വസ്ഥാവും. എനിക്കിതൊക്കെ പറയാനുള്ള അധികാരം ഉണ്ടോന്നൊന്നും അറിയില്ല. എന്തിനാമേ അങ്ങനൊക്കെ വിചാരിക്കുന്നേ? ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അധികം നഷ്ടപ്പെട്ടിട്ടുള്ളത് എല്ലാം തുറന്നു പറയാനുള്ള അമ്മയെന്നൊരിടമാ. ഇടയ്ക്കൊക്കെ വഴക്ക് പറയാനും നേർവഴി കാണിച്ചു തരാനും ഞാൻ ആഗ്രഹിച്ച കാലത്തൊന്നും എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. മോനെ, മംഗലശ്ശേരിയിൽ വന്നത് മുതലാ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എനിക്ക് അങ്ങനൊരു സന്തോഷം പിന്നീട് കിട്ടുന്നത്. അതില് വലിയ പങ്കും സഞ്ജുവിനെ പോലെ തന്നെ അമ്മ എന്നെയും കരുതിയെന്നതുകൊണ്ടാ. അമ്മയ്ക്ക് എന്നോട് എന്തും പറയാം. ഇവിടെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്
മോന്റെ കല്യാണം നടന്നു കാണാന്. ആരുടെയും മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും മോന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. എനിക്ക് മോനോട് അത്രേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞത് മോന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എനിക്കതെല്ലാം മനസ്സിലാവും അമ്മേ. പക്ഷേ എനിക്കും മനസ്സെന്നുണ്ടല്ലോ. എത്ര ശ്രമിച്ചിട്ടും എനിക്കതിനെ സ്വസ്ഥമാക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ അർച്ചനയോട് ഒരു വട്ടം നേരിൽ സംസാരിച്ച എല്ലാം ശരിയാവുമെന്ന് ഓർത്തിട്ടാ ഞാനിപ്പോ ഇറങ്ങി നടന്നത്. അവളോട് സത്യങ്ങൾ പറഞ്ഞ ചിലപ്പോ സമാധാനം കിട്ടുമായിരിക്കും. അതോടെ ഇവിടെ വന്നിട്ടുള്ള 4 കുടുംബങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും. പേസ് മേക്കറിന്റെ സഹായത്തോടെ ജീവിക്കുന്ന നിന്റെ അച്ഛൻ ചിലപ്പോ ഹൃദയം പൊട്ടി മരിക്കും. അങ്ങനെ നിനക്ക് ചുറ്റുമുള്ള എല്ലാ സന്തോഷങ്ങളും തല്ലിക്കെടുത്തിട്ട് വേണോ നിനക്ക് സമാധാനം കണ്ടെത്താൻ? അങ്ങനെയെങ്കിൽ ചെന്ന് പറ. നോക്ക് സച്ചി, നമ്മൾ ആരെയും പറ്റിക്കാനോ വഞ്ചിക്കാനോ അല്ല ഈ കല്യാണം നടത്തുന്നത്. നിന്റെ അച്ഛനു വേണ്ടി, നമ്മുടെ കുടുംബത്തിനു വേണ്ടി നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യ നാളെ നീ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ അത്ര ഓർത്താ മതി. ആ പെൺകുട്ടിക്ക് ദോഷം ഉണ്ടാവുന്നൊന്നും നമ്മൾ ഒരു കാലത്തും ചെയ്യില്ല. ഇതിൽ കൂടുതലൊന്നും ആലോചിക്കാനില്ല സച്ചി. നടക്ക്, നിന്നെ ഞാൻ മുറി കൊണ്ടാക്കാം. വാ സച്ചി, വാ. ഈശ്വര, എന്റെ കുട്ടിക്ക് സ്വസ്ഥത കൊടുക്കണേ. ഇങ്ങോട്ട് വാ. ആ ചെക്കൻ എങ്ങാനും അതുവഴി കഴിക്കാൻ എങ്ങാനും വന്നാ വെറുതെ പ്രശ്നമാക്കണ്ട. എനിക്കിവിടെ ഇരുന്ന് മടുത്തിട്ടല്ലേ എടുത്തി. ഫോണിൽ ചാർജ് കയറാത്തോണ്ട് അതും അധികം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഒറ്റക്കിരുന്ന് ബോറടിച്ചു. ആവണിക്കുട്ടിയെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞയക്ക്. അവളെവിടെ? ആ, അവൾ ഇവിടെയൊക്കെ ഓടി നടക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ പിടിച്ച അനുപേട്ടന്റെ കയ്യിൽ ഏൽപ്പിച്ചേ ഉള്ളൂ. നീ ഒന്ന് സമാധാനായിട്ടിരിക്കും പെണ്ണെ. പരിപാടിയൊക്കെ ഏകദേശം തീരാറായി. ഭക്ഷണം കൊടുത്തു തുടങ്ങിയ നിനക്കുള്ളതും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാം. അതുവരെ നീ ഒന്ന് ക്ഷമിക്ക്. എടുത്ത് കല്യാണത്തിന്റെ തലേരാത്രിയല്ലേ, വല്ല സ്വപ്നവും കണ്ടിരിക്കേ. സച്ചി, സച്ചി, ഇവനെതവിടെ പോയി? അകത്തില്ല. ഒന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? അപ്പൊ പേടിക്കണ്ട, സച്ചി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അങ്ങനെ മുഴുവനായി അവരുടെ ആധിപത്യം ഒന്നും പറയാൻ പറ്റില്ല. അവസാന നിമിഷം വരെ നമ്മൾ പോരാടി. ആ അതെ അതെ, എല്ലാ പാട്ടും എങ്ങനെയോ പാടിയൊപ്പിച്ചു എന്ന് പറഞ്ഞാ മതി. നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ഏട്ടനെയും കൂടി നാളത്തെ സർപ്രൈസ് പ്ലാൻ ചെയ്യാൻ വന്നതാ. വെറുതെ പറയുന്നതാ സഞ്ജുവേട്ടാ. അവിടെ അന്താക്ഷരി മത്സരത്തിന് തോറ്റു തുന്നം പാടി വന്നിരിക്കുക. അത് പിന്നെ ആള് കുറവായതുകൊണ്ടല്ലേ. ഇവര് കൂടെ ഉണ്ടായിരുന്നേ നമ്മൾ തകർത്തേനെ. നിങ്ങളുടെ ഏട്ടനെ ഒന്ന് കണ്ടുകിട്ടെ. അത് കഴിഞ്ഞ് ഒന്നുകൂടി പോയി അവരെ വെല്ലുവിളിച്ച് പൊട്ടിക്കാം. അപ്പോ ഏട്ടൻ കൂട്ട് പോയി? ഏട്ടൻ തരം കിട്ടിയപ്പോഴേ നിങ്ങളുടെ പുതിയ ഏട്ടത്തെ കാണാൻ പോയതാ. ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ജാതകവും തെറ്റി ആകെ നാണക്കേടായനെ. അപ്പോ ഞങ്ങള് പോയി പെണ്ണ് വീട്ടുകാരെ ഒരു കളിക്കൂടി വെല്ലുവിളിക്കാം. സഞ്ജു, പെട്ടെന്ന് റെഡി വാ. ഇത്തവണ നമുക്ക് അവരെ പൊട്ടിക്കണം. വേണ്ട സന്ദീപ്? പിന്നല്ലാതെ. വന്നേ വന്നേ. അവനെ ഒന്ന് ശ്രദ്ധിക്കണം. ഇന്ന് രാത്രി കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് അവനോടൊന്ന് പറയണം. സഞ്ജു പറഞ്ഞ അവൻ കേൾക്കും. നമ്മുടെ അവസ്ഥയൊക്കെ സഞ്ജുവിനറിയാലോ.
എടാ ഫുഡ് വന്നിട്ടുണ്ടല്ലോ, നീ കഴിക്കുന്നില്ലേ? പിന്നെ കഴിക്കാം. ഹ, നീ ആദ്യം ഒന്ന് ഫ്രഷ് ആവ്. അപ്പം നിന്റെ ഈ ക്ഷീണവും മുഷിച്ചിലും ഒക്കെ മാറും. അങ്ങനൊന്ന് ഫ്രഷായ മാറുന്ന പ്രശ്നങ്ങളല്ല എനിക്കെന്ന് നിനക്കറിയാലോ. എടാ നീ എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരേ കാര്യത്തിൽ തന്നെ ചുറ്റിത്തിരിയുന്നത്? നമുക്ക് ഈ വിവാഹത്തിൽ നിന്ന് ഇനി പിന്മാറാൻ പറ്റില്ല. അത് നീ എന്തായാലും മനസ്സിലാക്കണം. ഞാനിപ്പോ പിന്മാറുന്ന കാര്യമല്ല പറഞ്ഞത്. നീ ഇത് കണ്ടോ? ആ കുട്ടി എനിക്ക് എഴുതിയ കത്ത. ഇത് വായിച്ചാൽ അറിയാം അവൾ എത്രയോ പ്രതീക്ഷയോടെയാണ് ഈ വിവാഹത്തെ കാണുന്നതെന്ന്. അങ്ങനെയുള്ളൊരു കുട്ടിയോട് ഞാൻ സത്യമെല്ലാം മറച്ചു വെക്കുന്നത് മോശമല്ലേ? ഒരു വട്ടം അവളോടൊന്ന് സംസാരിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതുപോലും സമ്മതിക്കാത്തത് ക്രൂരതയാണ് സഞ്ജു. നോക്ക് സച്ചി, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേ മാനസികാവസ്ഥയിൽ മനസ്സിലാക്കാനുള്ള ശേഷി ആ കുട്ടിക്കുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇനി അങ്ങനെ വല്ലതും പറയണമെങ്കിൽ ഈ അവസാന നിമിഷം വരെ അത് വൈകിച്ചത് നമ്മുടെ തെറ്റാ. എടാ ഇന്ന് രാത്രി ഒരു പ്രശ്നം ഉണ്ടായി ഈ കല്യാണം മുടങ്ങിയ ഇവിടെ കൂടിയിരിക്കുന്നവരുടെ ഒക്കെ അവസ്ഥ നീ ഒന്ന് ഓർത്താൽ മാത്രം മതി. മറ്റാരെ പറ്റി ഓർത്തില്ലെങ്കിലും നീ നിന്റെ അച്ഛനെ കുറിച്ച് എന്തായാലും ഓർക്കണം. എടാ നാളത്തെ ദിവസം ഒന്ന് കഴിയട്ടെ. നീ പേടിക്കുന്ന പോലെ ഒരു വലിയ ദുരന്തമൊന്നും അല്ല നിന്റെ ഈ കല്യാണം. എന്നാ ഞാൻ ഓടി ചെല്ലട്ടെ. നിന്റെ അനിയൻ അംഗം കുറിച്ചതല്ലേ, ചെറുക്കന്റെ വീട്ടുകാരുടെ മാനം കളയാൻ പറ്റില്ലല്ലോ.